പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നുവെന്ന് റോമാലേഖനം 13:1. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് എന്ന ഈ വചനത്തെക്കുറിച്ച് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുസഭയുടെ ഘടന വെച്ച് നമ്മൾ നോക്കുമ്പോൾ തിരുസഭയിലെ ഓരോ വ്യക്തികളും അധികാരിക്ക് വിധേയപ്പെട്ട് വേണം പോകാൻ. ഒരുപക്ഷെ നമ്മെപ്പോലെയുള്ള ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൽ ജനിച്ചു വളർന്ന നമ്മെപ്പോലെയുള്ളവരെ പോലെയുള്ള നമ്മൾ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതുപോലെ തന്നെ അവരും ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറവുകൾ കാണും. പക്ഷേ ഈ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളൊക്കെ ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് സഭയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള കൊച്ചധികാരികൾ, വലിയ അധികാരികളല്ല, വലിയ അധികാരികളാകുന്ന കൊച്ചധികാരികളാണല്ലോ വലിയ അധികാരികളായി മാറ്റപ്പെടുന്നത്. അങ്ങനെ അധികാരത്തിന് വിധേയപ്പെടാതെ കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവർ ഏത് മേഖലയിലാണ് ജീവിക്കുന്നത്? ദൈവിക സംവിധാനത്തിനുള്ളിലോ ദൈവിക സംവിധാനത്തിന് പുറത്തോ? വിശുദ്ധ ബൈബിളിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക സംവിധാനത്തിന് പുറത്താണ്. ദൈവിക സംവിധാനമാണ് മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, അതുപോലെ തന്നെ ഇടവകജനം. അത് ദൈവിക സംവിധാനമാണ്. അപ്പം മാർപ്പാപ്പ പറയുന്നതനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം തോന്നിവാസം ഏതെങ്കിലും പുരോഹിതന്മാർ സ്വന്തം ഇഷ്ടമനുസരിച്ച് സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ടുള്ള ബലിയർപ്പണം നടത്തുന്നുവെങ്കിൽ ഒരിക്കലും അത് ദൈവികമല്ല, അത് പൈശാചികമാണ്. അതുകൊണ്ടാണ് ചില രൂപതയിൽ അർപ്പിക്കുന്ന ബലിയൊക്കെ ഇല്ലിസിറ്റാണെന്ന് പറയാനായിട്ടുള്ള കാരണം അതാണ്. അത് സഭാപിതാക്കന്മാർ തന്നെയാണത് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ദൈവിക സംവിധാനത്തിന് പുറത്തു പോകുക, ഒന്നെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവുക. AD 1548 മാർട്ടിൻ ലൂതറും ഒക്കെ സഭയിൽ നിന്ന് പുറത്തുപോയ സഭയുടെ ചരിത്രമുണ്ട്. സഭയിലെ പിതാക്കന്മാർക്ക്, മാർപ്പാപ്പായ്ക്കും വിധേയപ്പെട്ട് പോകാൻ പറ്റില്ലാത്തവരെ, അനുസരിക്കാൻ പറ്റിയല്ലാത്തവർ ഇട്ടച്ചു പോകുക. എന്തിനാണ് നിങ്ങൾ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ കീഴിലുള്ള ജനങ്ങളെപ്പോലും നശിപ്പിക്കുന്നത്? ഒരു അധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ അധികാരിക്ക് നേതൃത്വം കൊടുക്കുന്ന മേലധികാരിക്ക് വിധേയപ്പെടാതെ കൊണ്ട് ജീവിക്കുമ്പോൾ, ആ മേലധികാരിയെ സ്ഥാപിച്ച, അതായത് മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെടാതെ കൊണ്ട് ജീവിക്കുമ്പോൾ, മാർപ്പാപ്പായിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹം സഭയിലേക്ക് ഒഴുകുന്നത് മാർപ്പാപ്പയിലൂടെയാണ്. ആ മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെടാതെ കൊണ്ട് ജീവിക്കുമ്പോൾ എപ്പോഴും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെടുന്നു, ബ്ലോക്കായി പോകുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അനുഗ്രഹം കടന്നു വരും, പൈശാചിക അനുഗ്രഹം. ആ പൈശാചിക അനുഗ്രഹം കടന്നു വരുമ്പോഴാണ് സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ ആലോചിക്കുന്നത്. സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത്, സ്ഥാനമാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത്, അംഗീകാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത്, എനിക്കെല്ലാവരുടെയും ബഹുമാനം കിട്ടണം, എനിക്കെല്ലാവരുടെയും കയ്യടി കിട്ടണം, എന്നെ എല്ലാവരും കാണണം, ഞാൻ പറയുന്നത് പോലെ എല്ലാം കേൾക്കണം, ഞാൻ എന്ന മനോഭാവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തിയിൽ കൂടി കൊള്ളുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, പിന്നെ ലൂസിഫറാണ്. യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ 5 പ്രാവശ്യം ഞാനെന്ന് ലൂസിഫർ പറയുന്നുണ്ട്. ആ ലൂസിഫറിനെയാണ് പാതാളത്തിൻ്റെ അഗാധകൃത്യത്തിലേക്ക് താഴ്ത്തിവിട്ടത്, അവനെ വെട്ടി വീഴ്ത്തിയത്. ആ ലൂസിഫർ കുടികൊള്ളുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി ഞാൻ എന്നുള്ളൊരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തിയായി മാറും. ആ ഞാനെന്നുള്ള മനോഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ 100% ദൈവവും 100% മനുഷ്യനുമായിരുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ആ ഞാനെന്നുള്ള ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കാല് കഴുകി ചുംബിച്ചത്. എന്ന് പലപ്പോഴും പെസഹായുടെ ദിവസം മാത്രം ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം കാല് കഴുകി ചുംബിക്കുന്ന വ്യക്തികളുണ്ട്. അത് വെറും ഒരു ചടങ്ങാണ്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആയിരിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എളിമയോടുകൂടി ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവരെ സ്നേഹിക്കുവാനും അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനുമായിട്ടുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൃപയൊഴുകുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപ ആ ഇടവകയിലേക്ക് ഒഴുകുകയുള്ളൂ. ഇന്ന് പലപ്പോഴും പല ഇടവകളിലും വന്നേക്കുന്ന ഗതികേടും അതുതന്നെയാണ്. അപ്പൻ കുടുംബത്തിൽ അനുഗ്രഹം നഷ്ടപ്പെട്ട അപ്പനാണെങ്കിൽ ആ കുടുംബം മുഴുവൻ ശാപം പിടിച്ചതായിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് കുടുംബം. ഇടവകയാകുന്ന കുടുംബവും അങ്ങനെ തന്നെയാണ്. തിരുസഭയാകുന്ന കുടുംബവും അങ്ങനെ തന്നെയാണ്. തിരുസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയുടെ ഓരോ ഭാഗം, ഓരോ ഘടകങ്ങളായിട്ടുള്ള രൂപതയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളൊക്കെ അനുഗ്രഹം പ്രാപിച്ചാൽ മാത്രമേ ആ അനുഗ്രഹം ആ ഇടവക ജനങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നതൊരു വലിയ സത്യമാണ്. ഇതൊന്ന് തിരിച്ചറിയുക. അപ്പോൾ ഓരോ വ്യക്തികളും ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ഞാൻ ദൈവിക സംവിധാനത്തിനകത്താണോ പുറത്താണോ? ദൈവിക സംവിധാനത്തിനകത്താണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപയൊഴുകുകയുള്ളൂ. ദൈവിക സംവിധാനത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ അത് പൈശാചിക സംവിധാനത്തിൻ്റെ ഉള്ളിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ടായി പോകും. പൈശാചിക സംവിധാനത്തിൻ്റെ ഉള്ളിലായിക്കഴിഞ്ഞാൽ അവിടെ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, അഹങ്കാരം, സ്ഥാനമാനം, പണത്തോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ, മറ്റുള്ളവരെ തഴംതാഴ്ത്തൽ, മറ്റുള്ളവരെ പറ്റി തേജോവധം പറയുക, മറ്റുള്ളവരുടെ രഹസ്യം വേറുള്ളവരോട് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലുക, ഇന്ന് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞേക്കുന്ന രഹസ്യങ്ങളൊക്കെ 4 പേരോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ദൈവിക സംവിധാനത്തിനകത്തുള്ളതല്ല, പുറത്തുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അധികാരികൾക്ക് വിധേയപ്പെടാതെ ജീവിച്ചു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ തേടി വന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, പലപ്പോഴും അധികാരിക്ക് വിധേയപ്പെടാതെ കൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിച്ചു പോയ നിമിഷങ്ങളുണ്ട്. അതിൻ്റെ പരിണതഫലമായി അനുഗ്രഹം ദേശത്തേക്ക് നഷ്ടപ്പെട്ട അവസ്ഥകളുണ്ട്. കർത്താവെ, കരുണ വർഷിക്കണമേ. അവിടുത്തെ അനന്തമായ കരുണയും കൃപയും അനുഗ്രഹവും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.